ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 10. യോഗീ യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാഗീയത ചിത്താത്മാ നിരാശീരപരിഗ്രഹഃ. ഏകാഗിയും യഥചിത്താത്മാവും ആശാരഹിതനും അപരിഗ്രഹനുമായ യോഗി ഏകാന്തത്തിലിരുന്ന് എപ്പോഴും തന്നെ സമാഹിതമാക്കണം. ഇവിടെ ഈ 6-ാം അധ്യായത്തിലെ ഈ 10-ാമത്തെ ശ്ലോകം തൊട്ട് എങ്ങനെയാണോ ധ്യാനത്തിലേക്ക് എത്തേണ്ടത് അതിനെക്കുറിച്ച് വിസ്തരിക്കുകയാണ് ചെയ്യുന്നത്. ധ്യാനം കൊടുക്കാൻ ആർക്കും സാധ്യമല്ല, ധാരണ ചെയ്യിപ്പിക്കാനേ സാധിക്കൂ. ധ്യാനം സ്വാഭാവികമായി ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ധ്യാനത്തിലൂടെ മാത്രമേ ആത്യന്തിക ദുഃഖ നിവൃത്തിയാകുന്ന ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കുകയുള്ളൂ. ആകാശത്തെ തോലുപോലെ ചുരുട്ടി മടക്കാൻ കഴിയുന്ന കാലത്തു മാത്രമേ ഈശ്വര സാക്ഷാത്കാരം കൂടാതെ ആത്യന്തിക ദുഃഖ നിവൃത്തി സാധ്യമാകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈശ്വര സാക്ഷാത്കാരം കൂടാതെ പരമമായ ശാന്തിയെ, ശാശ്വതമായ സൗഖ്യത്തെ, സമാധാനത്തെ നേടാൻ സാധിക്കില്ല എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ആ ധ്യാനത്തിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഗീത അത് ഉപദേശിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. സർവ അജ്ഞാനമാണ് ദുഃഖഹേതു. അറിവില്ലായ്മയാണ് സർവദോഷങ്ങൾക്കും കാരണം. അശാന്തിക്കും അസമാധാനത്തിനും ഒക്കെ കാരണം അവിദ്യാബന്ധനമാണ്. അപ്പോൾ അവിദ്യാബന്ധനത്തിൽ നിന്നുള്ള മുക്തി നേടണമെങ്കിൽ അതിനു വേണ്ട സാധനയാണ് ധ്യാനം എന്ന് ചുരുക്കി പറയാം. അത് മറ്റൊരാൾ ചെയ്തിട്ട് കാര്യമില്ല, അവനവൻ തന്നെ ചെയ്യണം. ഒരാൾക്ക് രോഗം പിടിപെട്ടാൽ അതിന് ഔഷധം അവനവൻ തന്നെ കഴിക്കണം. വൈദ്യർക്ക്, ഡോക്ടർക്ക് നിർദ്ദേശിക്കാനേ സാധ്യമാവും. അതുപോലെ തന്നെ വിശക്കുന്നവന് ഭക്ഷണം കഴിക്കണം, അവനവൻ കഴിച്ചാലേ അവനവന് വിശപ്പ് മാറും. ഇതുപോലെ തന്നെ അവനവനെ ഉയർത്തേണ്ടതും അവനവൻ തന്നെയാണെന്ന് നമ്മൾ പഠിച്ചു. ഉദ്ധരേത് ആത്മനാത്മാനം അവസാദയേത് എന്ന ശ്ലോകത്തിൽ. ഇവിടെ സാധനയെ വിധിക്കുന്നതും അവനവന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റൊരാൾ ചെയ്യുന്നുണ്ടോ നോക്കാനല്ല, മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം മാത്രം അത് പറയുമ്പോൾ ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ട് ഭഗവത്ഗീത തന്നെ അനേകം സാധനകളെ വിധിക്കുന്നുണ്ട്. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ആചാര്യസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്നാണ്. വേദങ്ങളുടെ അർത്ഥങ്ങളുടെ സാരത്തിനെ വീണ്ടും സംഗ്രഹിച്ചത്. അത്രയും അറ്റിക്കുറുക്കിയ സന്ദേശങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. ആ ഭഗവത്ഗീതയിൽ ഒട്ടനവധി സാധനകളെ വിധിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ അധികാരികൾക്ക് വ്യത്യസ്തങ്ങളായ സാധനാനുഷ്ഠാനങ്ങളെ പറയുന്നുണ്ട്. ഈ അധ്യായത്തിൽ ധ്യാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, അഥവാ ധാരണാധ്യാനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പ്രസക്തി കൊടുക്കുന്നത്. അവിടെ യോഗി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ധ്യാനം ചെയ്യുന്ന ആള്. യോഗി എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യതലത്തിലും മാർഗതലത്തിലും അർത്ഥം പറയാം. ജീവബ്രഹ്മ ഐക്യമാകുന്ന യോഗം സാധിച്ച ആളെ യോഗി എന്ന് വിളിക്കാം. അതായത് പരമമായ ലക്ഷ്യത്തിലെത്തിയ ആളാണ്. അയാളെ സംബന്ധിച്ച് ഇനി ധാരണ ചെയ്ത് ധ്യാനത്തിൽ എത്തേണ്ടതൊന്നുമില്ല. അയാൾ എപ്പോഴും ധ്യാനത്തിൽ തന്നെയാണ്. അയാൾ വിഷയധ്യാനത്തിലല്ല, ആത്മധ്യാനത്തിലാണ്. അയാളെ സംബന്ധിച്ച് ഇനി പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല, നമ്മൾ പരിശ്രമിച്ച് നേടേണ്ടതാണത്. അതുകൊണ്ട് ഇവിടെ ലക്ഷ്യതലത്തിലുള്ള വിജ്ഞാനി, ജീവൻ മുക്തൻ എന്നൊക്കെ അർത്ഥം വരുന്ന ജീവബ്രഹ്മൈക്യമാകുന്ന യോഗമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ യുജ് മേളനയെ എന്നുള്ള ധാത്വാനുസാരമുള്ള വാക്യം അർത്ഥമാണ് യോഗത്തിന് വരുന്നത്.
യുജിര് സമാധൗ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പരിശ്രമിക്കുന്ന സാധകനാണ്. എന്തിന് പരിശ്രമിക്കുന്ന? എവിടെ എവിടെ മനസ്സ് പോകുന്നുവോ അവിടെ നിന്ന് അതിനെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ബിന്ദുവിൽ നിബന്ധിക്കാൻ നിരന്തരമായി പരിശ്രമിക്കുന്ന ആളാണ് ഇവിടെ സാധകൻ. അത് പറഞ്ഞിട്ടേ നമുക്ക് പ്രയോജനമുള്ളൂ. അങ്ങനെയുള്ള ആളെ ഇവിടെ ഉപലക്ഷണാർത്ഥം യോഗി എന്ന് വിളിക്കുകയാണ്. ആചാര്യസ്വാമികളെ ധ്യായി എന്ന് വിശേഷിപ്പിക്കുന്നു. ധ്യായി എന്ന് പറഞ്ഞാൽ ധ്യാനം ചെയ്യുന്ന ആൾ എന്നർത്ഥം. അന്ധക്കരണ വൃത്തികളുടെ ഏകദാനത്വത്തിനാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ പലതിലേക്ക് പരക്കം പായാതെ ഒരാശ്രയത്തിൽ ഉറച്ച ആ അന്ധക്കരണത്തിന്റെ സ്ഥിതിയാണ് ധ്യാനം. അപ്പൊ ധ്യാനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആള് എന്ത് ചെയ്യണം? അയാൾ ഏകാഗിയായി ഏകാന്തത്തിലിരുന്ന് ചിത്തത്തെ സമാഹിതമാക്കണം. ആദ്യമൊക്കെ ധാരണ ചെയ്യാൻ പരിശീലിക്കുന്ന ഒരാൾ നാരായണ 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 എന്നൊക്കെ ജപിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയാ വർത്താനം അടുത്തുള്ള ആളോട് ചോദിച്ചു എന്ന് വരും. അപ്പൊ എന്ത് വേണം? അവിടുന്ന് അയ്യോ ഞാൻ എന്തിനു വേണ്ടിയാ ഇരുന്നത് എന്നുള്ള ചിന്ത കൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരണം. വീണ്ടും നാരായണ നാരായണ ജപിക്കണം. ഇങ്ങനെ നിരന്തരമായ അഭ്യാസം, ആവർത്തനം കൊണ്ട് ചിത്തത്തെ സമാഹിതമാക്കണം. ഇതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അതിനെന്ത് വേണം? അതിന് രഹസ്യസ്ഥിത, ഏകാഗി എന്ന് 2 വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏകാന്ത ദേശത്തിലിരുന്ന്, അതിന് കാട്ടിൽ പോകണം, ഗുഹകളിൽ പോകണം എന്നൊന്നും അർത്ഥം എടുക്കണ്ട. പോകാൻ കഴിയുന്നവർ പോയാലും കുഴപ്പമില്ല. പക്ഷെ അവിടെ പോയിരുന്നിട്ട് ഇവിടത്തെ പല വ്യവഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത് ജനസമ്പാദമില്ലാത്ത പ്രദേശത്തെ ധാരണ ചെയ്യാൻ തിരഞ്ഞെടുക്കണം എന്നേ അർത്ഥാക്കുന്നുള്ളൂ. അതുകൊണ്ട് ആത്മീയ സാധനകൾക്കൊക്കെ അയാൾക്ക് അനുയോജ്യങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടാവണം. പ്രാകൃത ജനങ്ങളുടെ ഇടയിൽ എന്താ ചിന്ത ഉണ്ടാവുക? പ്രാകൃതം എന്ന് പറഞ്ഞാൽ ഇനി തെറ്റിദ്ധരിക്കേണ്ട, പ്രകൃതിവശകരായവർ. ഈ കാണാകുന്ന ലോകം തന്നെയാണ് സുഖം, ഇതിലൊരുപാട് സുഖസൗകര്യങ്ങൾ ഉണ്ടാവണം. വലിയ വീട്, വലിയ സമ്പത്ത്, അതുപോലെ തന്നെ സർവ്വ സൗകര്യങ്ങളും ഭൗതിക സുഖഭോഗങ്ങൾ നിറച്ചു വെച്ചിട്ട് എന്നാൽ ശാന്തി ഉണ്ടാവുമെന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവരുടെ ഇടയിൽ അങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിക്കുന്ന സംഭാഷണങ്ങളും വ്യവഹാരങ്ങളെ ഉണ്ടാവും. അടുത്ത നേരത്തെ ഭക്ഷണം എന്താണ്, അതിന് എത്രത്തോളം രുചി കൂട്ടാൻ പറ്റും, എന്തെല്ലാം വിഭവങ്ങൾ വേണം, ഇങ്ങനെയുള്ള സംസാര വ്യവഹാരങ്ങളുടെ ഇടയിൽ നിന്നും ലൗകിക വിഷയങ്ങളെ സംബന്ധിക്കുന്നതിൽ നിന്നും ഒക്കെ വിട്ട് ധ്യാനം ചെയ്യാൻ വേണ്ടി സാധനയ്ക്ക് അനുയോജ്യമായ ഒരു ഏകാന്ത ദേശത്തെ വീട്ടിൽ തന്നെ പറ്റുമെങ്കിൽ കണ്ടെത്തുക. ഏതെങ്കിലും ഒരു റൂമിൽ, ഇവിടെ വിളക്കൊന്നും വേണ്ട, മറ്റൊരാളും നമ്മളെ ശ്രദ്ധിക്കാതെ ഏകാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം മതി. പൂജാമുറി വേണമെന്നൊന്നുമില്ല. അങ്ങനെ സാധനാനുഷ്ഠാനം ചെയ്യണം. ഇവിടെ ഉദ്ദേശിച്ചത് വീടുകളിലൊക്കെ പല വീടുകളിലും ഗണപതി ഹോമങ്ങൾ, നിത്യ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ല ഇവിടെ പറഞ്ഞത്. അതിനാളൊക്കെ കൂടാം, മറ്റാളുകളുടെ സംഭാഷണങ്ങളൊന്നും അതിന് തടസ്സമല്ല, അവരൊക്കെ തൊഴുതു നിൽക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ ധ്യാനത്തിലെത്താൻ വേണ്ടിയുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. ആത്യന്തികമായ ദുഃഖ നിവൃത്തി, പരമമായ ശാന്തി, ഈശ്വര സാക്ഷാത്കാരം ധ്യാനത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ എന്ന് അറിഞ്ഞാള് അതിനുള്ള മാർഗത്തിൽ പരിശീലിക്കണമെന്നാണ് പറഞ്ഞത്. ഗീതയിലെ ധ്യാനത്തിൽ പറയുന്നുണ്ടല്ലോ, ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ. ധ്യാനത്തിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധിക്കുന്നുള്ളൂ. ഈശ്വര സാക്ഷാത്കാരം കൂടാതെ ശാശ്വതമായ ശാന്തി ലഭിക്കില്ല എന്ന് അറിഞ്ഞിരിക്കുന്ന ആള്.
ഇങ്ങനെ ചെയ്യുന്ന ആൾ, ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ. അങ്ങനെ അല്ലാതെ വീട്ടിലെ മറ്റു വ്യവഹാരങ്ങളുടെ ഇടയിൽ കുറച്ചു നേരം ധ്യാനിച്ചിരിക്കുക, ആര് കണ്ടാലെന്താ, അവരൊക്കെ അവിടെ വർത്താനം പറഞ്ഞോട്ടെ, ഞാൻ അപ്പുറത്ത് ധ്യാനിക്കുക എന്ന് വിചാരിച്ചാൽ അത് കർമ്മസമുച്ചയവുമായി ചെയ്ത് അനുഷ്ഠിക്കേണ്ടതല്ല എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇതിന് ഏകാന്തത വേണം, ഏകാന്തമായിരിക്കുന്ന സ്ഥലത്തെ ആശ്രയിക്കണം. അപ്പൊ ഏകാഗി എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞാൽ അസഹായൻ, മറ്റൊരാളുടെ സഹായം അതിന് വേണ്ട, ഭാര്യാസഹായനല്ലാതെ ഒറ്റയ്ക്കുള്ളവൻ എന്നൊക്കെ അർത്ഥം പറയാം. ധ്യാനിക്കാൻ ഭാര്യയുടെ സഹായം വേണ്ട, ഭർത്താവിൻ്റെ സഹായം വേണ്ട, കുട്ടികളുടെ സഹായം വേണ്ട, ഒന്നും വേണ്ട, ഏകാന്തമായ സ്ഥലം മതി. ഇതിന് വേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനുള്ള യോഗ്യത എന്താന്ന് വെച്ചാൽ, ഉപായം എന്താന്ന് വെച്ചാൽ അഭ്യാസ വൈരാഗ്യങ്ങൾ എന്നാണ് ഉത്തരം. അഭ്യാസ വൈരാഗ്യങ്ങൾ വേണം. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ എന്ന് യോഗസൂത്രം പറയും. അഭ്യാസത്തെ കൊണ്ടും വൈരാഗ്യത്തെ കൊണ്ടും ചിത്തവൃത്തികൾ നിരോധിക്കപ്പെടും. ഭഗവത്ഗീതയിലും പറയുന്നുണ്ടത്. 6-ാം അധ്യായത്തിൽ 35-ാം ശ്ലോകത്തിൽ പറയാൻ പോകുന്നുണ്ട്. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അഭ്യാസത്താലും വൈരാഗ്യത്താലും അല്ലയോ കുന്തിപുത്ര മനസ്സ് ഗ്രഹിക്കപ്പെടും. അപ്പോൾ നിരന്തരമായ ആവർത്തനം, എന്നെങ്കിലും ചില ജീവിതത്തിൽ ചില അടികളൊക്കെ കിട്ടുമ്പോൾ അപ്പം പോയിട്ട് ജപം ചെയ്യാനല്ല, നിത്യവും ചെയ്യണം. അതാണ് അഭ്യാസം, ആവർത്തനം ചെയ്യണം. അതുപോലെ തന്നെ ഈ ലോകത്ത് കാണുന്ന സർവ്വ പദാർത്ഥങ്ങളിലും നിത്യമേത് അനിത്യമേത് എന്നുള്ള നിത്യാനിത്യ വിവേകം ചെയ്യണം. അങ്ങനെ ഉണ്ടായാലേ വൈരാഗ്യം ഉണ്ടാവുള്ളൂ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പല്ല, ഇതൊക്കെ എത്രയേ ഉള്ളൂ, ഇതൊന്നും ശാശ്വതമായ ശാന്തി സമാധാനം ലഭിക്കില്ല എന്നുള്ളത് തിരിച്ചറിയണം. അങ്ങനെ വൈരാഗ്യത്തിലൂടെയും അഭ്യാസത്തിലൂടെയും നമ്മുടെ അന്ധകരണത്തെ സമാഹിതമാക്കാം എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. എന്നാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്? ഈ ചിത്തസമാധാനത്തിനുള്ള അഭ്യാസം പറയാണ് സതതം, എന്നും ചെയ്യണം, സർവദാ ചെയ്യണം, എന്നും ഇതിന് പരിശ്രമിക്കണം. അല്ല എന്തെങ്കിലും ചെയ്താൽ പോരാ. സാധന നിഷ്ഠയിൽ നൈരന്തര്യഭാവം വേണം, നിരന്തരഭാവം വേണം. എപ്പോഴെങ്കിലുമൊക്കെ എന്നെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ല സാധന. യോഗസൂത്രം തന്നെ പറയും, സതു ദീർഘകാല നൈരന്തര്യ സത്കാര സേവിതോ ധൃതഭൂമി. ദീർഘകാലം എന്ന് പറയുമ്പോൾ ഇന്ന് ചെയ്തിട്ട് നാളെ തന്നെ അങ്ങോട്ട് ധ്യാനം തുറക്കുന്നൊന്നും വിചാരിക്കേണ്ട. മനസ്സ് പരക്കം പായുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും പരാതി പറയാറുണ്ട്. അതിന് ദീർഘകാലം വേണം, നൈരന്തര്യം വേണം, നിരന്തരം ചെയ്യണം, സത്കാരപൂർവ്വം ചെയ്യണം, ബലം പിടിച്ചിട്ടല്ല. ഇതാണ് എനിക്ക് പരമമായ ലക്ഷ്യത്തിലേക്കുള്ള വഴി എന്നുള്ള ആ ഒരു തൃപ്തിയോടുകൂടി വേണം ധ്യാനം ചെയ്യാൻ, ജപം ചെയ്യാൻ. അങ്ങനെയായാൽ ഈ നിരുദ്ധ സ്ഥിതിയെ പ്രാപിക്കും. അങ്ങനെ ചിത്തസമാധാനം ചെയ്യണം. അതുപോലെ ആശകളെ കുറച്ച് കൊണ്ടുവരണം. ആശകളെ കുറച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ആത്മവിചാരം ചെയ്യുന്ന ഒരാൾ ഈ പ്രപഞ്ചത്തിലുള്ള അനേകം വസ്തുക്കളെ അതിലാശിച്ച് അതൊക്കെ കൂട്ടിവെക്കുന്ന ഒരാളാവരുത്. തനിക്ക് അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ വേണം, ആർഭാടം അരുത് എന്നർത്ഥം. ഇതെൻ്റേത് എന്നുള്ള വൃത്തിയോടുകൂടി ഏത് വിഷയത്തെ പരിഗ്രഹിച്ചുവോ, ചിലർ വീട്ടിലൊക്കെ പറയാറില്ലേ, ഇതെൻ്റെ റൂമാണ്, ഇതെൻ്റെ കട്ടിലാണ്, ഇത് മറ്റൊരാൾ കിടക്കരുത്, ഇതെൻ്റെ കസേരയാണ്, ഇതിൽ വരാറിരിക്കരുത്. ഇങ്ങനെ ഈ എൻ്റേത് എന്നുള്ളതിൻ്റെ ആ പരിമിതി മനസ്സിലാക്കിയിട്ട് ചിത്തസമാധാനത്തിന് എന്താ വാസ്തവത്തിൽ എൻ്റേതുള്ളത് എന്നുള്ളൊരു ഭാവത്തോടു കൂടി ചിത്തസമാധാനത്തിന് അത് തടസ്സമാകാതിരിക്കാൻ നോക്കണം. അപരിഗ്രഹനായിരിക്കണം. ആവശ്യമില്ലാത്ത വസ്തുവകകൾ വാങ്ങിക്കൂട്ടി വെക്കരുത്. കുട്ടികൾ കളിക്കോപ്പുകൾ വാങ്ങി വയ്ക്കുന്നത് പോലെ നമ്മളെ വീട്ടിലൊക്കെ കണക്കെടുത്തു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരുപാട് വസ്തുവകകൾ ഉണ്ടാവും. അങ്ങനെ
തോന്നിയോണം വാങ്ങി വെക്കരുത്. ആവശ്യത്തിന് വേണം, അത്യാവശ്യത്തിന് വേണം, അനാവശ്യമായി ഒന്നും ഉണ്ടാവരുത്. അങ്ങനെ തീർത്തും അപരിഗ്രഹനായിരിക്കണം. എന്നിട്ട് ഇങ്ങനെ വേണം ജപം ചെയ്യാൻ. അങ്ങനെ ജപം ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ വലിയ പണിയല്ലേ എന്ന് വിചാരിച്ച് പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വേണം ധ്യാനം ചെയ്യാൻ എന്നേ ഇതിന് അർത്ഥമുള്ളൂ. കൊടുങ്കാട്ടിലോ ഗുഹയിലോ ഇരുന്ന് മാത്രമേ ധ്യാനിക്കാവൂ എന്ന് ഇതിനർത്ഥമില്ല. കൊടുങ്കാട്ടിലൊക്കെ പോയിരുന്നിട്ട് വീട്ടിലത്തെ കാര്യം ചിന്തിക്കുന്നതിനെക്കാട്ടും നല്ലത് വീട്ടിൽ തന്നെ ഏകാന്തമായിട്ട് ഇരിക്കുക നല്ലത്. അതുപോലെ വിഷയസങ്കല്പങ്ങൾ അത് തൽക്കാലം മാറ്റി നിർത്തിയിട്ട് വീടിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ ഇരുന്ന് ധ്യാനം അഭ്യസിക്കുക. ഇവിടെ ആവശ്യം മനസ്സിൻ്റെ ഏകാന്തതയാണ്, മാനസികമായ ഏകാന്തതയാണ് ഇവിടെ ആവശ്യം. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുക. അങ്ങനെ അഥവാ മനസ്സ് നിറയെ ആഗ്രഹങ്ങളുമായിട്ട് നിരന്തരം വിഷയചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നവന് ഏത് കൊടുങ്കാട്ട് പോയിട്ടും ധ്യാനം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ധാർമ്മിക മൂല്യങ്ങളെ അവലംബിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങി കഴിയുക എന്ന് ചുരുക്കം. താനൊരു ജപം ചെയ്യുന്ന ആളാണ്, സാധന ചെയ്യുന്ന ആളാണെന്ന് പോലും കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. സാധാരണക്കാരനെ പോലെ തന്നെ മതി. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ധ്യാനിക്കുന്ന സാധകന് ശരിയായ മനഃശാന്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? അയാൾ ആത്മനിയന്ത്രണം കൂടി പാലിക്കണം. കണ്ണിൽ കണ്ടതൊക്കെ തനിക്ക് വേണ്ടി കരുതി സൂക്ഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരാൾക്ക് ആത്മനിയന്ത്രണം സാധ്യമല്ല. അതിനാൽ ഒന്നിലും ആശ വയ്ക്കാതെയും ഒന്നും തൻ്റേതെന്ന് കരുതാതെയും നിരാശിയും അപരിഗ്രഹനുമായി ജീവിതം ചിട്ടപ്പെടുത്തണം. ഇങ്ങനെ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും ചിത്തവൃത്തികളെയും നിയന്ത്രിച്ച് ആത്മധ്യാനത്തിൽ മുഴുകുന്ന ആള് പരമപദത്തിലേക്കുള്ള, പരമമായ ശാന്തിയിലേക്കുള്ള ആ രാജപാതയിൽ എത്തിച്ചേരുന്നു. അടുത്ത ശ്ലോകത്തിൽ അതിന് ധ്യാന പരിശീലനത്തിന് ഉപയോഗിക്കേണ്ട സ്ഥലം, ഇരിപ്പിടം എന്നിവയാണ് വിസ്തരിക്കാൻ പോകുന്നത്.